ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 10-15 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 കപ്പ് ഇഡ്ലി മാവാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ലി മാവോ അല്ലെങ്കിൽ ദോശമാവോ എടുക്കാം. നമ്മൾ 1-2 പ്രാവശ്യം ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മാവുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം. മൈദയും ഗോതമ്പ് പൊടിയും ചേർക്കാതെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് മൈദ ചേർക്കാറുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തോ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആദ്യം എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു വലിയ സവാളയുടെ ഒരു പകുതി ഭാഗം അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാം കേട്ടോ. ക്യാരറ്റൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം, നല്ല ജീരകം. അതുപോലെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ മാവ് ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ മാവ് കുറച്ചും കൂടി ഒന്ന് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നിക്കാൻ നമുക്കതിലേക്ക് റവ തന്നെ ചേർക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിപ്പോൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോണ്ടയ്ക്കൊക്കെ വേണ്ടിയിട്ട് മാവ് ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അരിപ്പൊടി കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിലുള്ള മാവിൻ്റെ പരുവം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അത് കട്ടിയാവാതെ എന്നാൽ ഒരുപാട് ലൂസാവാത്ത ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. മാവിന് കട്ടി കൂടുതലായാൽ ഇത് വറുത്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഹാർഡായി മാറും. അതുപോലെ ലൂസായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവിൽ ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇത് അധികം സമയം വെക്കരുത്, പെട്ടെന്ന് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം കൈ കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ബോണ്ടയുടെ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ശരിക്കും അങ്ങോട്ട് വെന്ത് കിട്ടില്ല. ഒരു സൈഡ് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ ഫ്ലെയിം നല്ലോണം ശ്രദ്ധിക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്താൽ മതി. എന്നിട്ട് എല്ലാ സൈഡും നന്നായി കുക്കായി നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ചട്നിയുടെയോ സാമ്പാറിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദോശമാവ് ഇഡ്ലി മാവൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണല്ലോ. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്